തെരഞ്ഞെടുപ്പിനാണെങ്കിൽ ഒരു മാസം പോലും തികച്ചില്ല. അതിനിടയിലാണ് ഓരോ പ്രശ്നങ്ങൾ. നീ കേൾക്കുന്നുണ്ടാ? സത്യേട്ടാ, നമ്മുടെ ആ കൊടിമരം വളച്ചോണില്ലേ, അവനിപ്പോ സോഷ്യൽ മീഡിയ വലിയ താരമാണ്. കുട്ടികളാണെങ്കിൽ ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അത് ശരി. പണ്ടൊക്കെ നമ്മുടെ കൊടിമരത്തേലും തൊട്ടാ അവൻ പിന്നെ വയലില്ല, ഇപ്പൊ വയറല്ല. സംഗതി അവൻ ആളൊരു വിപ്ലവകാരിയൊക്കെ തന്നെയാ. പക്ഷെ വിപ്ലവം ഇങ്ങോട്ട് വരാം. അതെ അതെ. ഇനി കൂടുതലെങ്ങാനും കടന്ന് വിപ്ലവിച്ച അവന്റെ വീട്ടിൽ നിന്ന് 1 2 ലഘുലേക്ക് കണ്ടെടുക്കുന്നു, പൊക്കിയെടുത്ത് അത് കളിക്കും. അങ്ങനെയാണെങ്കിലേ ഒരു ഊപ്പ എങ്ങോട്ട് ചമത്തി 6 മാസം അവനെങ്കിൽ ജയിലിലിടും. അത് തന്നെ. അല്ലടാ, എന്താ ഊപ്പേ? എടാ UAPA. അതെ. ഏത് നേരത്ത് പറയടി കോപ്പേ. എടി, നിന്നോട് ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണം? പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട, അത്ര തന്നെ. കൂടുതലടുത്ത് കുടുങ്ങണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ അവിടെ ഒന്ന് നടുമുറിവ് നിൽക്കി ഒരു തേമ്പിയാൻ വെച്ചിരും കേട്ടല്ലോ. ചേച്ചിയാണോ? ചേച്ചി തന്നെ. എന്താ പ്രശ്നം? എടാ, സ്ത്രീക്ക് സമത്വം, സ്വാതന്ത്ര്യം, ഇതൊക്കെ ഒരുപാട് കൊടുക്കുന്നതിന്റെ കുഴപ്പമാണ്. കാര്യം പറ. അവർക്ക് അവിടെ വീട്ടിൽ പോകണമെന്ന്, അവിടെ അച്ഛന് സുഖമില്ലാത്ത. കൊള്ളാം. സുഖമില്ലാത്ത സ്വന്തം അച്ഛനെ കാണാൻ ഭാര്യയെ വിടാത്ത നിങ്ങളാ സ്ത്രീ സ്വാതന്ത്ര്യം അധികമായി കൊടുക്കുന്നത്. എടാ, അവിടെ വീട് ഒരു പട്ടിക്കാട്ടിലാണ്. അതുകൊണ്ട് ഇപ്പൊ പോയ പാതിരാത്രി അങ്ങ് എത്തുമ്പോ അതുകൊണ്ട് ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് ശരി. എന്നിട്ട് ആ 2 ദിവസം മുന്നേ ശബരിമല സ്ത്രീകളെ കയറ്റണം എന്ന് പറഞ്ഞ് സമരം ചെയ്യാൻ പോയി. അവിടെ പിന്നെ കാടില്ലല്ലോ. ഇന്നോവ ബുക്ക് ചെയ്യണോടാ. ഇതാ പ്രശ്നം. എന്തെങ്കിലും പറഞ്ഞ ഉടനെ വിരട്ടലും ഭീഷണി പറയാനുണ്ട്. പ്രവർത്തിക്കുന്ന വേറെ എന്താ പറഞ്ഞേ? വിരട്ടലും ഭീഷണിയും. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? പറച്ചില് മാത്രമേ ഉള്ളൂ, പ്രവർത്തനം ഇല്ല. അതാണ് നമ്മുടെ ഇസം. പറയാൻ മാത്രമേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്. മനസ്സിലായ? ഇല്ല. പറഞ്ഞുതരാം. നമ്മുടെ പാർട്ടിയില് സ്ത്രീകൾ ആരെങ്കിലും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു? ഇല്ല. ജില്ലാ സെക്രട്ടറി, ഒരു ഏരിയ സെക്രട്ടറി? അറിയില്ല. എടാ, ഒരു ലോക്കൽ സെക്രട്ടറിമാര് പോലും പെണ്ണുങ്ങളായിട്ടില്ല. എന്നാൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി ഏതറ്റം വരെ പോവുകയും ചെയ്യും. ചുമ്മാ അല്ല, ബംഗാളും ത്രിപുരയൊക്കെ പോയത്. എടാ, കനൽ ഒരു തരി മതിയടാ. സത്യേട്ടാ, ഒരു സംശയം. തർക്കശാസ്ത്രപരവും യുക്തിഭദ്രവുമല്ലാത്ത അസ്പദൃശ്യമായ സംശയങ്ങൾ ഉന്നയിക്കരുത്. മിണ്ടരുതെന്ന്. ബാസിനെ, നീ ഇനിയെങ്കിലും ജീവിക്കാൻ നോക്ക്. പാർട്ടിക്കാരെ പലരും പലതും പറയും. അണ്ണൻ പറഞ്ഞത് ശരിയാ, പക്ഷെ എന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ. നീ എന്നെ എന്താണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? ഞാനും കൂടി ബാംഗ്ലൂർക്ക് വന്നാലോ? നിന്നേക്കാളും ദുരിതവും കഷ്ടപ്പാടുള്ളവരുണ്ടാ. അതെ സത്യേട്ടാ, നിങ്ങൾ ഇന്ന് വരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് കൃത്യവും വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് തന്നിട്ടുണ്ടോ? മേനോനും പാസ്റ്റും അത് അവന്മാർ ഒന്നിക്കട്ടെ. ഇതൊക്കെയല്ലേ മതേതരത്വം. മതേതരത്വം മണ്ണാൻ കേട്ട